നമസ്കാരം. എഡ്യൂത്രസ്റ്റിൻ്റെ കറണ്ട് അഫയേഴ്സ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രോഹിത് വേണുനാഥൻ. നമ്മളിപ്പോൾ കറണ്ട് അഫയേഴ്സ് സീരീസിൽ ജനുവരി 2020 കറണ്ട് അഫയേഴ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 2 ഭാഗങ്ങൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഇത് 3-ാമത്തെ ഭാഗമാണ്. അപ്പോൾ ഇതും നിങ്ങൾ നോട്ട് തയ്യാറാക്കി റിവൈസ് ചെയ്യാൻ മറക്കണ്ട. റിവിഷന് ഇത് ഒരിക്കൽ കൂടി ഓഡിയോ ആയി കേട്ടാലും മതിയാവും. ജനുവരി 2020 പാർട്ട് 3. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കാണാത്തവർ അത് കാണാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സും ഡെയിലി ബാക്കി സബ്ജക്റ്റുകളിലുള്ള റിവിഷൻ ക്വിസുകളും ഉണ്ടാവും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. 2020 ജനുവരി 26 മുതൽ സ്കൂളുകളിൽ ഭരണഘടനയുടെ ആമുഖം വായിക്കുന്നത് നിർബന്ധമാക്കിയ സംസ്ഥാനമേത്? ഉത്തരം മഹാരാഷ്ട്ര. കേരളത്തിൽ ആദ്യമായി റബ്ബർ ചെക്ക് ഡാമുകൾ നിലവിൽ വരുന്ന ജില്ല ഏത്? ഉത്തരം കാസർഗോഡ്. 32ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് 2020 വേദി? ഉത്തരം പാലക്കാട്. പാലക്കാട് മുണ്ടൂരാണ് കേരള ശാസ്ത്ര കോൺഗ്രസ് 2020 നടത്തിയത്. ദേശീയ ബാലികാ ദിനമെന്ന്? ഉത്തരം ജനുവരി 24. ഇന്ത്യയുടെ 71ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ കരസേനയുടെ ഗ്രനേഡിയേഴ്സ് സേനാ സംഘത്തിന് നേതൃത്വം നൽകുന്ന മലയാളി ഓഫീസർ ആര്? ഉത്തരം മേജർ അനിരുദ്ധ് നായർ. യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സൈന്യത്തിലെ മൃഗങ്ങൾക്കായി സ്മാരകം നിലവിൽ വരുന്ന സ്ഥലം എവിടെ? ഉത്തരം ഉത്തർപ്രദേശിലെ മീററ്റിലാണ്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത മഹാത്മാഗാന്ധി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ സ്ഥിതി ചെയ്യുന്ന രാജ്യം? ഉത്തരം നൈജർ. പരാക്രം ദിവസ് അല്ലെങ്കിൽ ദേശ് പ്രേം ദിവസ് എന്നാണ്? ഉത്തരം ജനുവരി 23. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമാണ് പരാക്രം ദിവസ് എന്ന് അറിയപ്പെടുന്നത്. മുൻപ് ഇത് ദേശ് പ്രേം ദിവസ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അത് പേര് മാറ്റിയതാണ് പരാക്രം ദിവസ്. അദ്ദേഹം ജനിച്ചത് 1897 ജനുവരി 23-നാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആരംഭിക്കുന്ന രാജ്യത്തെ ആദ്യ സൂപ്പർ ഫാബ് ലാബ് നിലവിൽ വരുന്ന സ്ഥലം ഏത്? ഉത്തരം കൊച്ചി. 2020 ജനുവരി 29 ഈ മന്ത്രിസഭ നിലവിൽ വരുന്ന സംസ്ഥാനം? ഉത്തരം കേരളം. ലോക കയ്യെഴുത്ത് ദിനം ജനുവരി 23-നാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ജനുവരി 23-നെ പറ്റി മറ്റൊരു വാർത്ത പഠിച്ചതേ ഉള്ളൂ. പരാക്രം ദിവസ് അല്ലെങ്കിൽ ദേശ് പ്രേം ദിവസ്. അതും ലോക കയ്യെഴുത്ത് ദിനവും ജനുവരി 23. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാന്റെ മുന്നോടിയായി ISRO ബഹിരാകാശത്തേക്ക് അയക്കുന്ന വനിതാ റോബോട്ടിന്റെ പേര്? ഉത്തരം വ്യോം മിത്ര. ഐക്യരാഷ്ട്ര സംഘടനയുടെ വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ ഓൺ ആക്സസിബിൾ ടൂറിസം പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഏത്? ഉത്തരം കേരളമാണ്. 2021 ICC വിമൻസ് വേൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ വേദി ഏത്? ഉത്തരം ന്യൂസിലൻഡ്. 2022 മാറ്റിവെച്ചു. ലോകത്തിലെ ഏറ്റവും ചെറിയ സ്വർണ്ണ നാണയം നിർമ്മിച്ച രാജ്യം? ഉത്തരം സ്വിറ്റ്സർലൻഡ്. ആൽബർട്ട് ഐൻസ്റ്റീന്റെ ചിത്രമാണ് അതിൽ ആലേഖനം ചെയ്തത്. ദേശീയ വോട്ടേഴ്സ് ദിനം എന്നാണ് ഇന്ത്യയിൽ ആചരിക്കുന്നത്? ഉത്തരം ജനുവരി 25. 1950 ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ച ദിവസമാണ് ജനുവരി 25. അതാണ് ദേശീയ വോട്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത്. 2011 മുതലാണ് ഈ ഒരു ദിവസം ആഘോഷിച്ചു വരുന്നത്. 2019 ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ റിപ്പോർട്ട് അനുസരിച്ച് അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? ഉത്തരം 80. കഴിഞ്ഞ വർഷം 2018 ഇന്ത്യയുടെ സ്ഥാനം 78 ആയിരുന്നു. അതിൽ 1-ാം സ്ഥാനം ന്യൂസിലൻഡും ഡെൻമാർക്കും പങ്കിട്ടു. ഇന്ത്യയിലെ ആദ്യ വേസ്റ്റ് ക്ലിനിക് ആരംഭിച്ച നഗരം? ഉത്തരം ഭോപ്പാൽ. രാജ്യത്തെ 2ാമത് സ്വകാര്യ തീവണ്ടി സർവീസ് ഏത്? ഉത്തരം തേജസ് എക്സ്പ്രസ്. ആദ്യത്തേതിന്റെ പേരും തേജസ് എന്ന് തന്നെയായിരുന്നു. തേജസ് ഡൽഹി ലക്നൗ ആണ് ആദ്യത്തെ സ്വകാര്യ തീവണ്ടി സർവീസ്. 2ാമത്തേത് മുംബൈ അഹമ്മദാബാദ്, അതും തേജസ് തന്നെ. ഇവിടെ ഓർക്കുക, കോർപ്പറേറ്റ് ട്രെയിൻ സർവീസ് എന്നും ചോദ്യം വരാം. സ്വകാര്യ തീവണ്ടി സർവീസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ട്രെയിൻ സർവീസ്. ദേശീയ ടൂറിസം ദിനം? ഉത്തരം ജനുവരി 25. ശുദ്ധവായു ശ്വസിക്കാൻ ഓക്സിജൻ പാർലർ ആരംഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏത്? ഉത്തരം നാസിക്.
എൻ്റെ മൂന്നാമത്തെ നോവൽ എന്ന കഥാസമാഹാരത്തിന്റെ രചയിതാവ്? ഉത്തരം ടി പത്മനാഭൻ. അടുത്തിടെ ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ച ഒളിമ്പിക് മെഡൽ ജേതാവും ഓസ്കാർ അവാർഡും നേടിയ ഏക വ്യക്തി? ഉത്തരം കോബ് ബ്രയന്റ്. ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിരുന്നു കോബ് ബ്രയന്റ്. ലോകത്തിലെ ഏറ്റവും വലിയ മെഡിറ്റേഷൻ സെന്റർ ആരംഭിക്കാൻ പോകുന്നത് എവിടെ? ഉത്തരം ഹൈദരാബാദ്. 2020 പത്മവിഭൂഷൺ അവാർഡ് നേടിയ കായിക താരം? ഉത്തരം മേരി കോം. യൂറോപ്യൻ യൂണിയനിൽ നിന്നും യുണൈറ്റഡ് കിങ്ഡം പിൻവാങ്ങിയതോടെ നിലവിൽ യൂറോപ്യൻ യൂണിയനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയായി ചുരുങ്ങി? ഉത്തരം 27. ഏറ്റവും അവസാനം ജോയിൻ ചെയ്തത് ക്രൊയേഷ്യയാണ് 2013. റിലൻലെസ് എന്ന ആത്മകഥ എഴുതിയത് ആര്? ഉത്തരം യശ്വന്ത് സിൻഹ. 2020 ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോയ്ക്കുള്ള അവാർഡ് നേടിയ സംസ്ഥാനം? ഉത്തരം അസം. മഡഗാസ്കറിലെ ചുഴലിക്കാറ്റ് ബാധിത പ്രദേശങ്ങളിൽപ്പെട്ടവരെ സഹായിക്കുന്നതിനായി ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിൽ നടന്ന ഓപ്പറേഷൻ? ഉത്തരം ഓപ്പറേഷൻ വാനില. രാംസാർ സൈറ്റിൽ അടുത്തിടെ ഒന്നിച്ചുൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള തണ്ണീർത്തടങ്ങളുടെ എണ്ണം? ഏറ്റവും അവസാനമായി 10 സൈറ്റുകളാണ് ഒന്നിച്ച് രാംസാർ സൈറ്റിൽ ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ ആകെ എണ്ണം 42ആയി. സാമ്പത്തിക ശാസ്ത്ര നോബൽ ജേതാവ് അഭിജിത് ബാനർജിക്ക് ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ച സർവകലാശാല? ഉത്തരം കൊൽക്കത്ത സർവകലാശാല. രാജ്യത്തെ ഒന്നാമത്തെയും ഏറ്റവും വലുതുമായ വാക്ക് ത്രൂ ഏവിയറി ഉദ്ഘാടനം ചെയ്ത സ്ഥലം? ഉത്തരം മഹാരാഷ്ട്രയിലെ ബൈക്കുള മൃഗശാലയിലാണ്. ഏവിയറി എന്നാൽ പക്ഷിക്കൂട് എന്നാണ്. ഡയറി ഓഫ് എ മലയാളി മാഡ്മാൻ ആരുടെ കൃതിയാണ്? ഉത്തരം എൻ പ്രഭാകരൻ. ആന്ധ്രാപ്രദേശിന്റെ ലെജിസ്ലേറ്റീവ് തലസ്ഥാനം ഏത്? ഉത്തരം അമരാവതി. അമരാവതി ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ, വിശാഖപട്ടണം എക്സിക്യൂട്ടീവ് ക്യാപിറ്റൽ, കുർണൂൽ ജുഡീഷ്യൽ ക്യാപിറ്റൽ. അങ്ങനെ 3 തലസ്ഥാനങ്ങളാണ് ആന്ധ്രാപ്രദേശിന് വിഭാവനം ചെയ്തിട്ടുള്ളത്. കേരള സാഹിത്യ അക്കാദമിയുടെ 2020 അമ്മന്നൂർ പുരസ്കാര ജേതാവ്? ഉത്തരം ശാന്ത ഗോഖലെ. 2020 തകഴി പുരസ്കാര ജേതാവ്? ഉത്തരം ശ്രീകുമാരൻ തമ്പി. 2022 പൂർത്തിയാകാൻ പോകുന്ന ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ലൈൻ ഏത് നദിയുടെ അടിത്തട്ടിലൂടെയാണ്? ശരി ഉത്തരം ഹൂഗ്ലി. ബ്രിട്ടനിലെ കോസ്റ്റ ചിൽഡ്രൻ ബുക്ക് അവാർഡിന് അർഹമായ ജസ്വിന്ദർ ബിലന്റെ നോവൽ ഏത്? ഉത്തരം ആശ ആൻഡ് ദ സ്പിരിറ്റ് ബേർഡ്. ജസ്വിന്ദർ ബിലൻ. ഗോൾഡൻ ഗ്ലോബ് 2020 പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരെ? ഉത്തരം വാക്കിൻ ഫീനിക്സ്. ജോക്കർ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത്. വാക്കിൻ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഭൂമി ശവക്കോട്ടയാകുന്ന കാലം എന്ന കൃതിയുടെ രചയിതാവ്? ഉത്തരം ആനന്ദ്. 2020 പ്രഥമ ATP കപ്പ് ടെന്നീസ് ടൂർണമെന്റിന്റെ ജേതാക്കൾ ഏത് രാജ്യമായിരുന്നു? ഉത്തരം സെർബിയ. നൊവാക് ദ്യോക്കോവിച്ചിന്റെ കാര്യം ഇവിടെ ഓർത്താൽ മതി. അദ്ദേഹം സെർബിയക്കാരനാണ്. ദശാബ്ദത്തിലെ ഏകദിന T20 ടീമുകളുടെ ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ടതാര്? MS ധോണിയാണ് ICC തെരഞ്ഞെടുത്ത ഏകദിന T20 ടീമുകളുടെ ക്യാപ്റ്റനായത്. ICCയുടെ ദശാബ്ദത്തിലെ ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ടതാര്? ഉത്തരം വിരാട് കോഹ്ലി. രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളിൽ ഒരാൾക്ക് തൊഴിൽ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം? ഉത്തരം ത്രിപുര. ഇന്ത്യയിലെ ആദ്യ ഡ്രൈവർലെസ് ട്രെയിൻ ഓപ്പറേഷൻ നിലവിൽ വരുന്ന മെട്രോ ഏത്? ഉത്തരം ഡൽഹി. ഇന്ന് നമ്മൾ മെട്രോയുമായി റിലേറ്റ് ചെയ്ത 2 പോയിന്റുകൾ പഠിച്ചു. ഒന്ന് ആദ്യ അണ്ടർ വാട്ടർ മെട്രോ, അത് കൊൽക്കത്തയിലാണ്, ഹൂഗ്ലി നദി. ആദ്യ ഡ്രൈവർലെസ് മെട്രോ വരുന്നത് ഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ മെഗാ ലെതർ പാർക്ക് സ്ഥാപിതമാകുന്നത് എവിടെ? ലെതറിന് പേരുകേട്ട നഗരമായ കാൺപൂർ തന്നെയാണ് ഇന്ത്യയിലെ ആദ്യ മെഗാ ലെതർ പാർക്ക്. ഇന്ത്യയിലെ ആദ്യ ലിഥിയം റിഫൈനറി സ്ഥാപിതമാകുന്നത് എവിടെ? ഉത്തരം ഗുജറാത്ത്. കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ പിടികൂടാനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏത്?
ഉത്തരം ഓപ്പറേഷൻ പി ഹണ്ട്. ആദ്യമായി എല്ലാ ഗ്രാമീണ മേഖലയിലും കുടിവെള്ളം ലഭ്യമാക്കിയ സംസ്ഥാനമേത്? ഉത്തരം ഗോവ. അപ്പോൾ എല്ലാ ഗ്രാമീണ മേഖലയിലും കുടിവെള്ളം ലഭ്യമാക്കിയത് ചെറിയ സംസ്ഥാനമാണെന്ന് ഓർത്താൽ മതി. എല്ലായിടത്തും എത്തിക്കാൻ സാധിച്ചത് ചെറിയ സംസ്ഥാനമായതുകൊണ്ടാണ് എന്നോർക്കാമെങ്കിൽ ഗോവ ഓർക്കാം. ബോഡോ ഭാഷയെ അസോസിയേറ്റ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കുന്നതിനായി ഒഫീഷ്യൽ ലാംഗ്വേജ് അമെൻമെന്റ് ബിൽ പാസാക്കിയ സംസ്ഥാനം? ബോഡോലാൻഡ് സമരം ഇവിടെ ഓർക്കുക. അസാമിലാണ് ബോഡോ ലാംഗ്വേജിനെ അസോസിയേറ്റ് ലാംഗ്വേജ് ആക്കാൻ ബിൽ അവതരിപ്പിച്ചത്. ബോഡോലാൻഡിന് വേണ്ടി പ്രക്ഷോഭം നടക്കുന്നതും അസാമിലാണ്. ഇത്രയാണ് നമ്മൾ പാർട്ട് 3 കവർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു പാർട്ട് കൂടി ജനുവരിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് ആയിരിക്കും ജനുവരി 2020 നിന്ന് ഉൾപ്പെടുത്തുക. അപ്പോൾ ഇത് മറക്കാതെ നിങ്ങൾ നോട്ടാക്കാനും റിവൈസ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് കറണ്ട് അഫയേഴ്സിന് 20-ൽ 20 നേടാൻ സാധിച്ചില്ലെങ്കിലും മാക്സിമം നേടുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ പ്രിപ്പയർ ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എഡ്യൂത്രസ്റ്റിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ടെലഗ്രാം ചാനലുണ്ട്. ടെലഗ്രാം ചാനലും അതുപോലെ കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാൻ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അവിടെ നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സും അതുകൂടാതെ മറ്റ് സബ്ജക്റ്റുകളിലുള്ള റിവിഷൻ ക്വിസുകളും ലഭിക്കും. കൂടാതെ ഫ്രീ ലൈവ് ക്ലാസ്സുകളുണ്ട്. എല്ലാ സബ്ജക്റ്റിൻ്റെയും ഫ്രീ ലൈവ് ക്ലാസ്സുകൾ ദിവസവും നടക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അതിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ ലഭിക്കും. കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്കുകൾ നൽകിയിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ.